അതൊക്കെയാണ് ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന. ഇപ്പൊ ഇന്ന് എത്ര ലക്ഷം രൂപയായിരുന്നു. പക്ഷെ ആ OV-ലോട്ട് വന്ന വരവ് കണ്ട നമുക്ക് ഒരിക്കലും എടുക്കാൻ തോന്നില്ല, കാരണം അത്രയ്ക്കൊരു ഫാസ്റ്റ് ഹലോ, ഇത് ആ സമയത്ത് എക്സ്ട്രാ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാം. ഏതാണ് സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും ഓർഡേഴ്സ് വന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് ആ ലെവലിൽ താഴെ പോലെന്ന് വെച്ചാൽ അവിടെ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട്. ലിമിറ്റ് ഓർഡറിന്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ എക്സിറ്റ് ആയേ. കൺഫ്യൂസ്ഡ് ആയി. ക്വിക്ക് സ്കാൽപ്പ് ആയിരുന്നു ബ്രോ. മെയിൻ രണ്ട് എൻട്രി TP ചെയ്യാനാ. നിഫ്റ്റി അവിടുന്ന് കയറി പോയിട്ടോ. അത് പക്ഷെ അധികം പോയിന്റ് മാറിയിട്ടില്ല കേട്ടോ. അനന്ത ബ്രോ ഇവിടെ ബ്രോ ട്രേഡ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ? അത് ഞാൻ ആ ബൈ എടുത്തെടുത്തൂന്നേ. ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഒരു 15 പോയിന്റോളം കേറിപ്പോയി. ഉണ്ടായിരുന്നു. അത് ഒറ്റ പൂക്ക് പോയെന്നുള്ളതാ. ഞാൻ ആ ക്ലോസ് ചെയ്യാൻ നോക്കിയിരിക്കുവായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കിടിച്ചില്ലേ. അനന്ത് ഇങ്ങനെ ട്രേഡിങ് ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ? എന്തിനെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും? കോഴ്സ് ഒരു സമയത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ അനന്തനല്ല, അനന്തു. ഇവിടെ വേറൊരാള്. ഹലോ, അറിയാത്ത പോലെ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സ് ഒരുപാട് 3-4 ചെയ്തിട്ടുണ്ടാവും. അത് ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ട് 1-2 സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ SMC ബേസ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് കോഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഇൻഡിക്കേറ്റേഴ്സ് അത് അത്യാവശ്യം വർക്കിംഗ് ആയിരുന്നു കുറച്ചു കാലം. ഞാൻ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിരുന്നു അത് ചെയ്തപ്പോൾ. ഇൻഡിക്കേറ്റർ വോളിയം മെയിൻ ആയിട്ട്. ഇപ്പം ഞാൻ കറന്റ്ലി ഞാനിപ്പോ ഒരു 3-4 കൊല്ലമായി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു സെറ്റപ്പ് ആണ് എന്റേത്. കാർത്തിക ട്രേഡ് പറയുമ്പോ ഏതാണ്ട് എന്റെ സെറ്റപ്പ് ആയിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് ട്രേഡ് എടുക്കുന്നില്ല. അതിന് വാച്ച് ചെയ്തോണ്ടിരിക്കുക ബഡ്ജറ്റ് കഴിഞ്ഞപ്പോ എങ്ങനെയാ മാർക്കറ്റ് ഇതാകുന്നത്. ബാങ്ക് നിഫ്റ്റി ലോട്ട് സൈസ് കൂടിയിട്ടുണ്ട്. 30 ആക്കിയിട്ടുണ്ട്, വീണ്ടും കൂട്ടി. 30 തന്നെ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി. എനിക്കിന്ന് ഞാൻ താഴേക്കാണ് നോക്കുന്നത്. ബൈ എന്തുകൊണ്ട് എടുത്ത്? സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് എടുത്താണോ? സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് വേറെ ആരും നമ്മള് പെയ്ഡിന്റെ ഇത് കൊടുത്തതിന്റെ ആവാം. ഇത് ഞാനാണ് സംഭവം. സ്ട്രക്ചർ ഹൈ ഉണ്ടാക്കിയ ഒരു ലോ. അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഞാൻ ചെയ്യണോ? ഇനിഷ്യലി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഈ ടൈമില്. പറയുകയാണെങ്കിൽ എത്ര 11:30 ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് കയറുന്നുണ്ട്. പ്ലസ് ഇംബാലൻസസ് ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ. സോ അത് മീറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡെൽറ്റാസ് എല്ലാം നമുക്ക് നെഗറ്റീവ് തന്നെയായിരുന്നു. ബട്ട് എന്നിട്ടും പ്രൈസ് താഴോട്ട് പോകുന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതിനകത്ത് ഇവിടെ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അബ്സോർപ്ഷൻ ബേസ് ചെയ്തിട്ടല്ല ബ്രോ എടുക്കുന്നത്. അബ്സോർപ്ഷൻ ആണെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത്. ഹെവി ഓർഡേഴ്സ് വന്നിട്ട് മിഡിൽ കിട്ടണം. ഈ ഒരു ഇതും കിട്ടി. സ്ട്രക്ചർ ഇതാകുമ്പോഴത്തേക്ക് ആ ഏരിയ കൺഫേം ആയി. സോ അതും സ്ട്രക്ചറും സോണും വെച്ചിട്ടാണ് എടുത്തത്. എൻട്രി എങ്ങനെയാ വന്നത്? ഇപ്പം 1 മിനിറ്റിൽ ഒരു കൺഫർമേഷൻ ഇല്ലല്ലോ. ബാങ്ക് നിഫ്റ്റി അല്ലാതെ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇവിടെ ഓർഡർ വൈസ് കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു. എൻട്രി റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് എടുത്തത്, അതിന് മുമ്പേ എടുത്തോ? 50% നമ്മൾ ഇവിടെ തന്നെ എടുത്തു. ബാക്കി 50% കാർത്തിക ഇവിടുന്ന് തന്നെ റീടെസ്റ്റ്. അല്ല, കാർത്തിക ഇവിടുന്ന് എടുത്ത, ഞാൻ എങ്ങനെ എടുത്ത? താഴെ തന്നെ. ഇമാനുവൽ നീഷ് ഷമ്മാസ് എന്ന് പറഞ്ഞ ഒരാളല്ലേ? പുള്ളിയുടെ അടുത്ത് ഒന്ന് ചാറ്റ് ചെയ്യോ? പുള്ളിക്ക് ഡിസ്കോഡിൽ കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ മെസ്സേജ്. ഇത് ഇൻഡ്യൂസ്മെന്റ് ബേസ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. അത് ഇൻഡ്യൂസ്മെന്റ് അല്ല ബ്രോ, ഓർഡേഴ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓർഡേഴ്സും സ്ട്രക്ചറും. മാർക്കറ്റിന്റെ വ്യൂ എന്താ ഇന്ന്? ബുള്ളിഷ് ആണോ? വ്യൂ എനിക്ക് ബെയറിഷ് ആവാൻ ചാൻസ് ഉണ്ട്. കൺഫേം ആയിട്ടില്ല. ഈ ഒരു ക്യാൻഡിലോട്ട് ക്ലോസ് ചെയ്തിട്ട് എന്റെ എത്ര രൂപയാണെന്നറിയോ പോകുന്നത്? പ്രൈസ് ഈ ഒരു ഏരിയയുടെ താഴെ നിൽക്കുകയാണെങ്കിൽ സെല്ലായിരിക്കും ബെറ്റർ. ഈ സോണിന്റെ താഴെ. ടീച്ചർ നമ്മുടെ സ്റ്റുഡന്റ് ടീച്ചർ അല്ലേ? അല്ലേ എന്താ എനിക്ക് ആണോ? ടീച്ചോ ആണ്. ഇതേ പ്രൊഫൈൽ പിക്ചറില് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ ടീച്ചോ, കാർത്തിക മറ്റേ ഫണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? യെസ്. Why I am not able to hear? കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ഇത്രയും അലക്സിക് വീടൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല. എന്താ വന്നോ?
ഇല്ല, നോക്ക്. ബാങ്ക് ട്രാൻസ്ഫർ ഓക്കെ, ബാക്കി മുക്കിയല്ലേ. എന്തോ പറഞ്ഞായിരുന്നല്ലോ ഞാൻ മ്യൂട്ട് ചെയ്തപ്പോ. ഞാൻ മുക്കിയെന്ന് പറഞ്ഞല്ലേ. എന്നാ ഇന്ന് രാവിലത്തെ ഫണ്ട് ഞാൻ മുക്കുകയാണേ. എന്നെ പറയില്ലേ. ഈ ഏരിയയിൽ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തായിരിക്കും നമുക്കിനി എൻട്രി. ലിജോയ്ക്ക് ഇപ്പൊ കേൾക്കാവോ? ലിജോ കേൾക്കാവോ? കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇമ്മാനുവൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കൊടുത്ത ലിങ്ക് കൊടുക്കട്ടെ. സപ്പോർട്ട് വേണമെന്നുള്ള നീറ്റ് ഹെൽപ്പ് അവിടെ പോയാൽ മതി കേട്ടോ. ഡിസ്കോഡിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇമാനുവൽ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് പറയാം. ലിജോ, നീ ഞങ്ങളുടെ സ്റ്റുഡന്റ് അല്ലേ? ആണ്. ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാ. എങ്ങനെയുണ്ട് ട്രേഡിംഗ് ഒക്കെ? ട്രേഡിങ് കുഴപ്പമില്ല, നടക്കുന്നു. പ്രോഫിറ്റബിൾ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെയാണ്, പ്രോഫിറ്റബിൾ ആണ്. ഇന്ന് ഞാൻ ചെയ്തില്ല, ഇന്ന് എടുത്തില്ലൊന്നും. അതുകൊണ്ട് ഇതിനകത്ത് ഇരിക്കുകയാണോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാന് ഡെസ്ക്ടോപ്പ് വഴിയായിരുന്നു കയറി. അത് പിന്നെ മൊബൈലിലോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേനും ഇപ്പം കേൾക്കുന്നുണ്ട്. കുഴപ്പം എന്താന്നറിയില്ല. അത് കുറെ തവണ ഞാൻ റീജോയിൻ ചെയ്ത് നോക്കി. എൻട്രി എടുക്കുന്നത് അതോ ഓർഡർ ഫ്ലോ ബേസ് ചെയ്ത? നമ്മുടെ പഴയ സെറ്റപ്പ് തന്നെ, OB ഓർഡർ ബ്ലോക്ക്. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അയ്യോ, ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റുഡന്റ് ആണെന്ന് അപ്ലൈ പറഞ്ഞു. പള്ളിയിലെ മീനാക്ഷി എല്ലടി എന്ന് ചോദിക്കുന്ന പോലെ ആയിരുന്നല്ലോ. ഇല്ല, ഇനി വേറെ ടീച്ചർ വല്ലതും ഉണ്ടോ എന്നൊരു ഡൗട്ട്. അവിടെ കുറവാണോ? രണ്ടുപേരേ ഉള്ളൂ. അല്ല, നമ്മള് പെയ്ഡിലേക്കുള്ള ചെറിയൊരു മാറ്റി, അപ്പൊ കുറെ പേര് പോയി. ഞാനെന്തോ കൂപ്പൺ അപ്ലൈ ചെയ്തപ്പം പൈസ ഒന്നും പോയില്ലല്ലോ. അതോ പോവോ? ഇല്ല, പോവില്ല. കൂപ്പൺ അപ്ലൈ ചെയ്താ പോവില്ല. ഓക്കെ. ഇതില് മറ്റേ ഓർഡർ ഫ്ലോ ബേസ് ചെയ്താണോ എടുക്കുന്നതല്ലോ? അങ്ങനെയൊന്നുമില്ല. ഏത് സെല്ല് എൻട്രി ആണോ? അനന്തൻ ബ്രോ ഉണ്ടല്ലേ? ആണ് മെയിൻ. ആ സെറ്റപ്പ് നോക്കും. ഇപ്പൊ ഏതാണോ വരുന്നത് അത് ബേസ് ചെയ്തെടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ്? ഇച്ചിരി ലേറ്റ് ആയി, ഇച്ചിരി പ്രോപ്പർ സെറ്റപ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ 10:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഞാൻ വിചാരിച്ചു ഒമ്പതര വിട്ട് നോക്കുമായിരുന്നു. ഇന്ന് ഇച്ചിരി എന്താണ് സിറ്റുവേഷൻ നോക്കിട്ടെ, ബഡ്ജറ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്താ നോക്കി എടുക്കാന്നുള്ള, അത് രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത. ഞങ്ങളുണ്ടായിരുന്നു ലൈവില്, സ്ട്രീം സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. ഞങ്ങള് രാവിലെ ഒരു ബൈ എടുക്കുകയും ചെയ്യും. ബാങ്ക് നിഫ്റ്റിയില് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബൈ. ഇത് എന്തായിരുന്നു? ഓർഡർ ഫ്ലോ തന്നെ ബേസ് ചെയ്താണോ അടുത്ത? ഓർഡർ അല്ലല്ലോ, സ്ട്രക്ചർ കൊണ്ട് മിക്സ് ചെയ്തെടുത്ത. ഞാൻ നോക്കിയില്ലായിരുന്നു. ഇതാണ് നമ്മള് നോക്കുമ്പോ ഒന്നും സംഭവമില്ല. അതപ്പോ സാധനം ഇട്ട് വരികയും ചെയ്യും. അത് നമ്മുടെ നോട്ടത്തിന്റെ കുഴപ്പമാണ്. കണ്ടിന്യൂസ് ആയിട്ട് കണ്ണ് യൂസ്ഡ് ആവണല്ലോ. ഇവിടെ നമ്മളെ കണ്ണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ആണല്ലോ. അല്ല, ഞാൻ ബാങ്ക് നിഫ്റ്റിയിലോട്ടെ പോയേ ഇല്ലായിരുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയേ ഇല്ല. കാർത്തികയുടെ മെയിൻ സാധനമാണ് ബാങ്ക് നിഫ്റ്റി. എനിക്ക് എന്തോ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വല്ലാത്തൊരു ഇതുണ്ട്. ഇപ്പൊ എനിക്ക് നിഫ്റ്റി എപ്പോഴും എനിക്ക് ഇപ്പൊ ഇത്ര ഇഷ്ടമില്ല. പിന്നെ ഞാൻ മിഡ് ക്യാപ്പ് കളഞ്ഞു. മിഡ് ക്യാപ്പ് കൂട്ടിയ പിന്നെ ഇപ്പൊ ഇതിലാ കളിയല്ല. അല്ല, മിഡ് ക്യാപ്പ് അതുകൊണ്ടല്ല. ഞാനിപ്പോ മിഡ് ക്യാപ്പിൽ ഓവറോൾ നോക്കുമ്പോ നമുക്ക് കിട്ടുന്ന ദിവസമൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഓവറോൾ നോക്കുമ്പോ അത്ര സുഖം. ഓവറോൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ബേസിസിൽ പെർഫോമൻസ് അത്ര സുഖമില്ല. പിന്നെ ഓർഡർ ഫ്ലോയിൽ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഓർഡേഴ്സ് കാണാനും പറ്റും. മിഡ് ക്യാപ്പ് പക്ഷെ മിഡ് ക്യാപ്പിന്റെ ഫ്യൂച്ചേഴ്സ് ഒക്കെ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അതിന്റെ അത്ര ഓർഡേഴ്സ് ഒന്നും ലിക്വിഡ് അല്ല അത്ര. നിഫ്റ്റി പക്ഷെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ലല്ലേ. റേഞ്ച് പ്രൈസ് ഇതിന്റെ താഴെ, ഈ ഒരു റെഡ് ഏരിയയില്ലേ, ഇതിന്റെ താഴെ നിൽക്കുവാണെങ്കിൽ സെല്ലാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി പ്രോപ്പർ പ്ലാൻ ഇപ്പോഴും ആയിട്ടില്ല, ഒരു പ്രോപ്പർ വ്യൂ ആയിട്ടില്ല. ഇപ്പൊ ഇതിന്റെ താഴെ നിന്നാൽ നമുക്ക് സെല്ല് നോക്കാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇത് കണ്ടില്ല, ഈ ഒരു സ്ട്രക്ചറിന്റെ ഹൈ ലോ ഒന്നും ഇപ്പോഴും എടുത്തിട്ടില്ല നിഫ്റ്റി. അപ്പൊ ഇന്ന് ഇൻ കേസ് സെല്ല് കിട്ടുവാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ നിഫ്റ്റി ആയിരിക്കും. വീക്കാണ് നിഫ്റ്റി എന്ന്. ഇതില് സ്ട്രക്ചേഴ്സ് പിന്നെ കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡ് മാർക്ക് ചെയ്തതിന്റെ ലോജിക് എന്താ? നമ്മുടെ ഓർഡർ ഫ്ലോ ബേസ് ചെയ്ത് തന്നെയാണ്. ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് ബ്രോ. ഓർഡർ ഫ്ലോയും ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്ത് ഇപ്പം ബാങ്ക് നിഫ്റ്റി ഏരിയ ബൈ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പൊ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ ചാൻസ് ഉള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ അവിടെ നിന്നില്ല. പ്രൈസ് അവിടെ എത്തിയപ്പോഴത്തേക്കും ബയേഴ്സും സെല്ലേഴ്സും ഓൾമോസ്റ്റ് ഈക്വലായി, ആരും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇൻ കേസ് ഈ അടുത്ത കുറെ സെൽ ഓർഡേഴ്സോ അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സോ വന്നാൽ മാത്രമേ നമുക്ക് ഇനി പ്രൈസ് താഴോട്ട് ബ്രേക്ക് ആവുള്ളൂ. അപ്പൊ അത് വന്നാൽ നമുക്ക് ആ ട്രെൻഡ് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ഹൈ വല്ലതും എടുക്കാൻ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് സംഭവിക്കണം. ടിൽ നൗ വേറെ ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല ഇതിൽ. പക്ഷെ ഒരു അപ്സൈഡ് പുഷ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റീറ്റെയിലേഴ്സ് മാക്സിമം നടക്കാൻ നോക്കുന്നവര് അതെ അതെ പക്ഷെ ഇങ്ങനെ ഇറങ്ങും. അപ്പൊ കുറെ പേര് അവിടെ ട്രാപ്പ് ആവും. അതെ അതെ അതെ. കാരണം ഇപ്പൊ നമ്മളൊരു റീറ്റെയിലേഴ്സ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് ആണല്ലോ നമുക്ക് തോന്നുന്നത്. അതെ, അത് നമ്മൾ ഈ സമയത്ത് പറ്റി ഡിക്കാവുന്ന കാണാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴേ. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യരുത്. ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനായിട്ട് അന്നെ ടെൻഡറിങ് കിട്ടും. ഓക്കെ, നമുക്കൊരു അപ്സൈഡ് കൺഫേം ചെയ്യണമെങ്കിൽ ഏത് ലെവലിലെത്തണം? ഒന്നീ പുതിയ ഓർഡേഴ്സ് വരണം, അല്ലെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് അതിന്റെ മേളില് നിൽക്കണം സ്ട്രോങ് ആയിട്ട്. ബൈ ആണ് എടുക്കുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. സെല്ലാണെങ്കിൽ നിഫ്റ്റി. കാര്യം ഓർഡർ വൈസ് പ്രീമിയം മൂവ്മെന്റ്സ് കൂടുതൽ ഇതിൽ ഇങ്ങനെ ആയിരിക്കും സംഭവം. രണ്ടും കോറിലേറ്റഡ് ആണല്ലോ. താഴത്തെ ആ ലെവല് മാർക്ക് ചെയ്തേക്കുന്ന ഒരു സപ്പോർട്ട് എടുത്തോണ്ടാണോ അതോ അവിടെ ബൈ ഓർഡേഴ്സ് അവിടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അതിന്റെ നിഫ്റ്റി ഇവിടെ എടുത്തത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി എക്സ്ട്രീം മോബി ആയിരുന്നോണ്ടാന്ന് തോന്നുന്നു നല്ലൊരു പുഷ് നടന്നല്ലേ അവിടുന്ന്. അതായിരുന്നു. പിന്നെ സെല്ലേഴ്സ് ട്രാപ്പ് ആയതിന്റെ ഒരു ഇൻഡിക്കേഷനും ഉണ്ട്. ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സെല്ലേഴ്സ് മാക്സിമം പുഷ് ചെയ്തിട്ടും പ്രൈസ് ഇറങ്ങുന്നില്ലായിരുന്നു. സോ അതിന്റെ അർത്ഥം ഇതിന്റെ താഴെ ലിമിറ്റ് ഓർഡേഴ്സ് ഒരുപാടുണ്ട്. ഓവിയിലോട്ട് വന്ന വരവ് കണ്ട നമുക്ക് ഒരിക്കലും എടുക്കാൻ തോന്നില്ല, കാരണം അത്രയ്ക്ക് ഒരു ഫാസ്റ്റ്. ഇത് ആ സമയത്ത് എക്സ്ട്രാ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാം. സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും ഓർഡേഴ്സ് വന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് ആ ലെവലിൽ താഴെ പോലെന്ന് വെച്ചാൽ അവിടെ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട്. ലിമിറ്റ് ഓർഡറിന്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ അത് നമുക്ക് എക്സ്ട്രാ കോൺഫിഡൻസ് ആണ്. ഇത് കണ്ടിട്ട് പണ്ട് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിന്റെ ഇതും നമ്മൾ ആദ്യം നോക്കുന്ന സെറ്റപ്സുമായിട്ട് അലൈൻ ചെയ്ത് നോക്കി പോയാൽ ഒക്കെയാണ്. ഇത് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതിലെടുക്കാൻ. പക്ഷെ ഇത് റീഡ് ചെയ്യാൻ പഠിക്കണമല്ലോ നമ്മളത്. ഇതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് മാത്രമാണ്. ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ യൂസ് ചെയ്യാം. അല്ല, ട്രാപ്പ് നടക്കുന്നുണ്ടോ, എന്താണ് അവിടെ ഓർഡേഴ്സിന്റെ സിറ്റുവേഷൻ എന്താണ്. കാര്യം ഇതിലിപ്പം വലിയ ഓർഡേഴ്സ് ഇന്ന് നമുക്ക് വേണ്ട ഡയറക്ഷൻ പിടിക്കാനുള്ള ഓർഡർ ടൈപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നില്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇത് റേഞ്ച് ആയിട്ട് തന്നെ നിൽക്കും. റേഞ്ച് സമയത്ത് നമ്മൾ എടുക്കാതിരിക്കുന്നത്, അല്ല എടുത്താൽ തന്നെ എന്താ 10-20 പോയിന്റ് എക്സിറ്റ് ചെയ്ത് കളയാം, ഹോൾഡ് ചെയ്യരുത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ റേഞ്ച് നമുക്ക് അത്ര ഫേവറബിൾ സിറ്റുവേഷൻ അല്ലല്ലോ, മൊമെന്റം കിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എത്ര ഓർഡേഴ്സ് വേണം, നമ്പർ എത്ര നോക്കുന്നത്? അങ്ങനെ ഫിക്സഡ് നമ്പർ ഇല്ല ബ്രോ ഇതിന്. എന്നുവെച്ചാ ഇപ്പം ഇന്നത്തെ ഓർഡേഴ്സ് ആയിരിക്കില്ലല്ലോ നാളെ വരുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ എന്ന് വെച്ചാൽ ഫ്രൈഡേ ഒക്കെ ഞാനൊരു 10K ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കി അങ്ങനെ ഒരു സാധനമേ ഇതിലില്ല. ഇന്ന് ആ ഓർഡർ നിഫ്റ്റിയിലാണ് 10K ഒക്കെ വന്നിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇത് പോരാ. അപ്പൊ ഓരോ ദിവസം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓർഡേഴ്സ് മാറും. ഒരു ഫിക്സ് അങ്ങനെ ഒരു ഇതില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് ആയിരുന്നല്ലോ ഇവിടുന്ന്. ഏറ്റവും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാ എടുത്താ? മറ്റേ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയപ്പോ തന്നെ എടുത്താ? അതാ ഒരു ബാക്കിലാണോ എടുത്താ? ഞാൻ പറയാം, ഒരു 11:45 ക്യാൻഡിൽ കണ്ട ഒരു വിക്ക്, വലിയ വിക്കുള്ള 1 മിനിറ്റിലാ. അതിനാണ് എടുത്തേ. അതിലെടുത്തു. ആ ക്യാൻഡിൽ അവിടെ മിറ്റിഗേഷൻ നടന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. ലൈവ് ബ്രേക്ക് ഡൗൺ ചെയ്യും ബ്രോ. ട്രേഡ്സ് എടുത്ത എല്ലാ ട്രേഡ് ഒന്ന് ലൈവ് തീർന്നതിന് മുന്നേ ബ്രേക്ക് ഡൗൺ നടത്തും. സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ട് നമ്മളെ വ്യൂവും നമ്മൾ എവിടുന്ന എടുക്കുന്ന, എവിടെ SL വയ്ക്കുന്ന ആ ഒരു ബേസ് ആയിരിക്കും പറയാം. ഏകദേശം എത്ര മണിക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെയിലി? ഒരു 10:30 തൊട്ട് നമ്മൾ നോക്കും. സ്ലോ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു 10:30 10:45 സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അല്ലേ ഉള്ളൂ ഇപ്പൊ നോക്കുന്ന? സെൻസെക്സ് ഉണ്ടല്ലോ. സെൻസെക്സ് വെച്ചാലേ പ്രോപ്പർ ഇത്ര സെറ്റപ്പിൽ ഓർഡേഴ്സ് കാണാൻ പറ്റില്ല. അപ്പം സെൻസെക്സിൽ എടുക്കണമെങ്കിൽ നിഫ്റ്റിയിലെ സെയിം പ്ലാൻ സെൻസെക്സിൽ എടുക്കാം. ഇത് രണ്ടും എക്സ്പയറി അല്ലാത്ത ഡേ ആണെങ്കിൽ ഈ സെയിം പ്ലാൻ എടുക്കാം. ഇതിക്ക് തന്നെ ആയിരിക്കും വർക്ക് ആവുന്നത്. കോറിലേറ്റഡ് ആണ്. സെയിം മൂവ്മെന്റ് ആയിരിക്കുമല്ലോ. സെയിം ആയിരിക്കും. സെൻസ് ഇത് എക്സ്പയറി ഉള്ള ഡേയിൽ ചേഞ്ചസ് വരും. അപ്പൊ അന്ന് നോക്കണ്ട, അല്ലാത്ത ദിവസം സെയിം പ്ലാൻ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാം. എങ്ങനെ ബ്രോ? സെൻസസ് ചിലപ്പോ പെട്ടെന്ന് DK വരും. എക്സ്പയറി ഉള്ള ദിവസം
ഒന്ന് നെക്സ്റ്റ് വീക്ക് ഇല്ലേ, നെക്സ്റ്റ് okay. വീക്ക് എക്സ്പയർ ആയത് എടുത്താൽ മതി. അപ്പം ഡിക്ക് അധികം കിട്ടില്ല. അല്ലെങ്കിൽ 50-50 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എടുക്കുന്ന ക്വാണ്ടിറ്റി. ആ 80mm പക്ഷെ മൂവ് ചെയ്ത് കഴിക്കാൻ നിഫ്റ്റിയുടെ ഡബിള് ഇത് കിട്ടും, പോയിന്റ് കിട്ടും. എനിക്ക് പ്രോപ്പർ ഓർഡേഴ്സ് കിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണെന്ന്. പക്ഷെ ഇത് വർക്കിൽ അതിൽ വർക്കൗട്ട് ആവും. ഞാന് മറ്റേ ഓർഡർ ബ്ലോക്ക് വെച്ച് എടുക്കുമ്പോ നേരത്തെ നിഫ്റ്റി എക്സിക്യൂട്ടീവ് 50 ക്വാണ്ടിറ്റി 50 ഞാൻ 50% എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴെല്ലാം സെൻസെക്സിലാണ് നല്ല പ്രോഫിറ്റ്. നിഫ്റ്റിയിൽ അത്ര മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിലും സെൻസെക്സിന്റെ പ്രീമിയം പറക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിക്കും എക്സിറ്റ് ആയി അതെ പോവാ, അതെ. അപ്പൊ അതൊരു പ്രശ്നമാണ് നമുക്ക്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം. അതെ അതെ, നിങ്ങള് മുതലാളിമാർക്ക് പറ്റത്തില്ല, നമുക്ക് പാവം. നിഫ്റ്റി ഞാൻ നോക്കിയിട്ടേ ഇല്ല. നിഫ്റ്റി എങ്ങോട്ടേലും ഒന്ന് മൂവ് ചെയ്യട്ടെ എന്നിട്ട് വന്നിട്ടില്ല, നമുക്ക് വേണ്ട ഡയറക്ഷണൽ ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇതില് കാണില്ല, ഇതില് ഈക്വൽ ആണ് ഇപ്പോഴും, വലിയ വ്യത്യാസങ്ങളില്ല. ഈവൻ ചേഞ്ചസ് ഒരു 2.9 കാണുമ്പോൾ പെട്ടെന്ന് മൊമെന്റ് ആണെന്നൊക്കെ വിചാരിക്കും, ട്രാപ്പാണ്. ഇതിന്റെ എൻഡിൽ കണ്ടോ, ഇതിലായിട്ടുണ്ട് ഇവിടെ, അത് കുറെ മൊമെന്റം കണ്ടിട്ടായിട്ട്. പക്ഷെ ഏകദേശം സെറ്റിലേഴ്സും ബയേഴ്സും സെയിം ആണെന്ന് തോന്നുന്നു ക്യാൻഡിലല്ലേ. അതെ, നമുക്ക് ഒരു പ്രോപ്പർ ആരും ഡോമിനേറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ. ഒന്നെല്ലാരും പാനിക് ആയതുകൊണ്ട് കുറെ പേരൊന്ന് മാറി നിൽക്കും. ഞാൻ മറ്റേ നിങ്ങളുടെ ഫോറക്സിന്റെ ലൈവ് കണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ മാത്രമാണോ അതോ പുറത്തുനിന്നാണല്ലോ? നമ്മൾ മാത്രമേ ഉള്ളൂ ബ്രോ. ആയിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മൾ അത് ന്യൂയോർക്ക് സെഷൻ മാത്രമാണ് ചെയ്യുന്നത്. ലണ്ടനിൽ എന്തെങ്കിലും നല്ല സെറ്റപ്പ് വന്നാൽ അതിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യണം. നമുക്ക് ഇതിന്റെ താഴെ നിന്ന് നോക്കാം. അല്ല, എനിക്ക് സ്ട്രക്ചർ ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. മതി. അല്ല, സമയം ക്ഷമയക്കമാണോ? ഞാൻ ഒന്ന് രണ്ട് ഇൻവെസ്റ്റേഴ്സിന് എടുത്ത് സംസാരിച്ചോണ്ടിരിക്കാതെ. പെർസെന്റേജ് കൂട്ട്, ആൾക്കാർ വരും. എങ്ങനെ കുറയ്ക്കാനോ ഇനിയാ? എന്നാ പിന്നെ നല്ല സഹകരണ ബാങ്കിലെ കൊണ്ടിരുന്നല്ലേ നല്ലേ. ഈ സ്റ്റോക്ക് വേണമെങ്കിൽ നോക്കി വെച്ചോ. അത്യാവശ്യം നല്ല മൊമെന്റത്തിൽ ഈ ഏരിയ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ബൈ നോക്കും. ഇതിന്റെ താഴെ സ്റ്റോക്ക് ക്ലോസ്. ഇപ്പോഴും മൊമെന്റം ഒന്നും വന്നിട്ടില്ല. മൊമെന്റത്തിൽ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്തോ. ഹലോ, ഇതിലേ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല ബ്രോ, എനിക്ക് ടെക്നിക്കൽ ടീമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കിയത് അങ്ങനെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. എൻട്രി കഴിഞ്ഞോ? ബാങ്ക് നിഫ്റ്റിയില് രാവിലെ ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. നിഫ്റ്റിയിൽ ഓർഡേഴ്സ് കുറവാണ് ബ്രോ കമ്പാരിറ്റീവ്ലി. ബാങ്ക് നിഫ്റ്റിയിലാണ് കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും വാച്ച് ലിസ്റ്റിന്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്സിനുള്ള വാച്ച് ലിസ്റ്റ് വന്നോണ്ടിരിക്കുക ഒരു ഏരിയയിൽ. അന്നത്തെ ഡേ നോക്കുന്ന സ്റ്റോക്സ് ചെയ്യുന്നുണ്ട് ബ്രോ. ചെറിയൊരു പെർസെന്റേജ് സ്റ്റോക്സിലും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ എല്ലാം ഒന്ന് റിക്കവർ ആയിട്ട് ഞാൻ സ്വിങ്ങിനുള്ളത് കിട്ടും. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കണ്ടല്ലേ, നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട് ബ്രോ. ഈ സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം. അതൊക്കെയാണ് ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന. ഇപ്പൊ ഇന്ന് എത്ര ലക്ഷം രൂപയായിരുന്നു. ഒരു ടൈം ട്രാവലർ കിട്ടിയ തീരാന്ന് പ്രശ്നം. സൂര്യയുടെ മറ്റേ വാച്ച് കിട്ടുമോ? ഇങ്ങനെയാണ് ഞങ്ങള് നാളെ കൊടൈക്കനാൽ. അതെ, അതൊക്കെ കിട്ടിയതിനെ ഇന്റർനാഷണൽ പോയ പോലെ. അയ്യോ ശരിയാണല്ലോ. ക്യാഷറൊക്കെ വാച്ച് വാങ്ങാനാണോ ഉദ്ദേശിച്ചത്? എനിക്ക് ക്രൈസ് ഇല്ല. നോർമൽ വാച്ച് അല്ല, ടൈം ട്രാവൽ. അല്ല, എനിക്ക് താല്പര്യമില്ലാതെ എനിക്കങ്ങനെ സാധനത്തിന് താല്പര്യം ഇല്ലല്ലോ. അനന്തര പക്ഷെ താല്പര്യം ഉണ്ടല്ലോ അല്ലേ? ഈ വാച്ച് ഇഷ്ടം. ഇനി എന്റെ വീട്ടില് വാച്ച് വാങ്ങാൻ സമ്മതിക്കില്ല. ശരി, എന്റെ ഹസ്ബൻഡ് ഒന്നും വാങ്ങിച്ചു കൊടുത്തേക്ക്. നിനക്ക് വാങ്ങാൻ വേണ്ടി നിന്നെ ട്രേഡിങ് പഠിപ്പിച്ചിട്ടുണ്ട്. നീ ആ ഒരു രക്ഷട്ടോ. വാച്ച് നല്ല അസറ്റ്സ് ആണ് ആക്ച്വലി. അത്യാവശ്യം നല്ല വാച്ചൊക്കെ, ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ചൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ആവും. പുറത്തൊക്കെ അതിന്റെ കൈൻഡ് ഓഫ് ട്രേഡ് ചെയ്യുന്നുണ്ട്. റിയൽ ഫിസിക്കൽ ട്രേഡ്സ് ചെയ്യാറുണ്ട് വാച്ചസ് വെച്ചിട്ട്. ഇമാനുവലിന് ഈ ആഴ്ചത്തെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഇല്ലേ? എന്നെ കളിയാ. ഇമാനുവൽ വീണ്ടും പൂച്ചയെ കൊണ്ട് ഇറങ്ങിയല്ലോ. അത് ഞാൻ ടിജോയോട് ചാറ്റ് ചെയ്യുന്ന സമയത്തെ അപ്പൊ ടിജോക്ക് അല്ല എൻട്രീസ് മിസ് ആകത്തില്ലേ ടിജോ? എന്നിട്ട് ഞാൻ പ്രോഫിറ്റ് അയച്ചു കൊടുക്കും. നീ അങ്ങനത്തെ ഒരു
നമുക്ക് ഈ മാർക്കറ്റ് റിവേഴ്സിലൊക്കെ വരുമ്പോ ഫസ്റ്റ് എൻട്രി ഇല്ലേ, അപ്പൊ നമുക്ക് ഓക്കെ ഇത് ഇവിടുന്ന് തിരിച്ചു വരാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ടായിരിക്കുമല്ലോ. എപ്പോഴും എനിക്ക് അങ്ങനത്തെ സെല്ലുകൾ കിട്ടുവേ. അപ്പൊ ടിജോയ്ക്കാണെങ്കിൽ കിട്ടുകയില്ല. ആ സമയത്താണ് കൂടുതൽ ഞാൻ സെക്കൻഡാ പിടിക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് വേണ്ടേ. പേഴ്സണൽ അക്കൗണ്ടിൽ എല്ലാരും ഇത് പറയുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ. ശരിക്കും ദിഗംബരന്റെ ഡ്രസ് എനിക്കാൻ തോന്നുന്നു. ഡൗണിന് ഞാൻ പറയാം, ഡൗൺ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് നിഫ്റ്റി ഈ ഒരു ഏരിയയുടെ താഴെ പോയാൽ മാത്രമായിരുന്നു എനിക്ക് ഡൗൺ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ താഴെ നോക്കട്ടെ, എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്ലാൻ വരാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, പ്രൈസ് ഈ ഒരു പോയിന്റിൽ നിൽക്കുവാണെങ്കിൽ ഡൗൺ മൂവ്മെന്റ് നോക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താലോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇത് ബ്രേക്ക് ചെയ്താലോ എനിക്ക് ഡൗൺ ഇതുള്ളൂ. പിന്നെ സ്കാൽപ്പിൽ വരില്ല. എന്റെ മെയിൻ ഡയറക്ഷൻ ഇത് ബ്രേക്ക് ആവുന്നത് വരെ ബൈ തന്നെയാണ് ഈ രണ്ട് ഏരിയ. ബാങ്ക് നിഫ്റ്റിയുടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ എന്തെങ്കിലും നോക്കാം. ഇവിടെ നോക്കാം എന്തായാലും. OP ബേസ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. എനിക്ക് ഒരു കാര്യം ഇവിടെ കിട്ടാനുണ്ടോ അവിടെ ബേസ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിലോ. എനിക്ക് ഇത് ബ്രേക്ക് ചെയ്യുന്നത് വരെ ബൈ തന്നെയാണ്. ബട്ട് ഇവിടെ എനിക്ക് ഒരു സാധനം കിട്ടിയിട്ടില്ല. ഇവിടെ നിന്നാണ് ഒരു ബാങ്ക് നിഫ്റ്റിയിലെ സ്കാൽപ്പ് പിടിച്ചത്, ചെറിയ ലോട്ട്. സ്കാൽപ്പ് ബൈ ആണ്. നിഫ്റ്റി എടുക്കുവാണെങ്കിൽ ചെറിയ പോയിന്റിൽ ഇതില് ഒന്നീ പോകുന്ന, അല്ലെങ്കിൽ ഇനിയാണെങ്കിൽ ഒരു 105 എബോവ് പോയി എടുത്താൽ മതി. മെയിൻ എൻട്രി അല്ല കേട്ടോ, ജസ്റ്റ് സ്കാൽപ്പ്. മെയിൻ എൻട്രി ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി 5-10 പോയിന്റ് എക്സിറ്റ് ചെയ്തോടാം. ബാങ്ക് നിഫ്റ്റി ഒന്നി പാർട്ടിൽസ് ബുക്ക് ചെയ്താലേ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തോ കേട്ടോ. സ്കാൽപ്പ് ഞാൻ എക്സിറ്റ് ആയേ. കൺഫ്യൂസ്ഡ് ആയി. ക്വിക്ക് സ്കാൽപ്പ് ആയിരുന്നു ബ്രോ. മെയിൻ എൻട്രി മറ്റാണ്, നമുക്ക് സമയമുണ്ട്. ഇനിയും ചാൻസ് ഉണ്ട് മെയിൻ എൻട്രിക്ക് വേണ്ടിയിട്ട്. സ്കാൽപ്പ് ആകുമ്പോൾ 5-10 പോയിന്റ് എക്സിറ്റ് മാറുക. ആ സ്കാൽപ്പ് എടുക്കുമ്പോൾ സ്ട്രക്ചർ ലോ ആണോ? SL അതെ ബ്രോ, SL ആ സ്ട്രക്ചറിന്റെ ലോയിലായിരിക്കണം കേട്ടോ, എപ്പോഴും വെക്കണ്ട. നമ്മൾ സ്കാൽപ്പ് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ മെയിൻ എൻട്രി ആയിരിക്കും ഷെയർ ചെയ്ത് എവിടെയാണ് SL വെക്കുക, എവിടെയാണ് TP വെക്കുക. നമുക്ക് നേരത്തെ സമയമുണ്ട് നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ മെയിൻ എൻട്രി സെറ്റപ്സ് വരുമ്പോൾ. ചിലപ്പോൾ പെട്ടെന്ന് സ്കാൽപ്പ് നമുക്ക് മെയിൻ ആയിട്ടൊരു സാധനം കിട്ടാണ്ട്, ഒരു കൺഫർമേഷൻ കിട്ടാണ്ട് സ്കാൽപ്പിനുള്ളിൽ സെറ്റപ്പ് കിട്ടുമ്പോഴാണ് പെട്ടെന്ന് എടുക്കുന്നത്. അപ്പൊ ബയസ് എപ്പോഴും നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ബൈ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും സ്ട്രക്ചറിൽ അടിക്കുക. 10 to 20 പോയിന്റ്സ് ഒക്കെ ടാർഗറ്റ് ചെയ്താൽ മതി. ഒരു 5 or 10 പോയിന്റ്സ് കഴിയുമ്പോൾ തന്നെ മാക്സിമം ഒരു 50% എക്സിറ്റ് ചെയ്ത് ബ്രേക്ക് ഇവൻ ആക്കി വെക്കുക. പിന്നെ ടൈറ്റ് ട്രയൽ ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഒരു 5 to 10 പോയിന്റ്സ് ഫിക്സഡ് പിടിച്ച് പോവുക. ചില ദിവസം നമുക്ക് മെയിൻ എൻട്രി വരില്ല. സോ അപ്പൊ സ്കാൽപ്പ് ചെയ്ത് പോവുക. അത് ഇനിഷ്യലി ഇപ്പം ഇന്ന് നോക്കുന്നവരാണെങ്കിൽ ആദ്യമേ എടുക്കണ്ട, ഒരു 1-2 ദിവസം വാച്ച് ചെയ്ത് നോക്ക്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്ക്, എന്നിട്ട് എടുത്ത് പോയാലും മതി. സ്കാൽപ്പ് വരുമ്പോ ഇങ്ങനെ ഒരു സാധനം വരാൻ ഇതില്ലേ സെറ്റ് ചെയ്യാം. വാരി വെതറ നമ്മളെ കാശ് 2 എൻട്രി TP ചെയ്യാനാ. അതെ, ഇത് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എല്ലാം ഓക്കെ അല്ലേ? അത് റിസർവിലുണ്ട് ബ്രോ. പിന്നെ നമുക്ക് ഈ സ്റ്റാൻഡ് TV നോൺ ഡേ വെക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത്ര വെയിറ്റ് ആയിരിക്കും അത്. രാവിലെ അനന്ത പറഞ്ഞ എമൗണ്ട് ചെയ്ത് തന്നേക്കാൻ ഞാൻ കരുതി. ഇത് അടുത്തയാണോ? ഓ ഓക്കെ ഓക്കെ. അതായി രാവിലെ പറഞ്ഞത് ആയി. അതെ, അതാ ഞാൻ പറഞ്ഞ അനന്തൻ ഒരു കാര്യം പറഞ്ഞ നമ്മള് കൂട്ടി പറയാനുള്ളത്. അതിലാ ഞാൻ അനന്തന് ഒരു ഫിഗർ ഇത്ര മതി അത് ചെയ്താൽ മതി. വേറെ കാര്യം ഉണ്ടെന്നാ അനന്ത ജർമ്മനിക്ക് പോട്ടെ. ബ്രോ ജർമ്മനിയിലാണോ? ആരോ ജർമ്മനിക്ക് വരുന്നുണ്ടല്ലോ. അതായിരുന്നു 2 ലെഡ് ഒറ്റ ആളും പോയിട്ട്. ഓ 2 വെടി, അതാണ് ഉദ്ദേശിച്ചത്. അവൻ ഒരു വെടിക്ക് 2 പക്ഷെ അവൻ അതാണ് ഉദ്ദേശിച്ചത്. CBC കിഡായോണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഫണ്ടുണ്ട് ബ്രോ. അതെ, ക്ലയന്റിന്റെ ഇഷ്ടം പോലെ ഫണ്ടും ഉണ്ട്, ട്രേഡ് ചെയ്യാനും അറിയാം. വരണോ വേണ്ടയോ ഇപ്പൊ പറയാം. എന്തിനാ വേണ്ടി ഡൗൺ എടുത്തോ? ഡൗൺ വ്യൂ എനിക്ക് ഒന്നിനും ആയിട്ടില്ല. ഇതങ്ങ് ഹോൾഡ് ചെയ്ത് ആവേശത്തിന്. അല്ല, ഞാനത് ഹോൾഡ് ചെയ്യില്ലായിരുന്നു. കാരണം വെച്ചാലേ നിഫ്റ്റി പിന്നെ എത്തിയില്ലായിരുന്നല്ലോ. തിരിച്ചങ്ങാണം പോയാ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എക്സിറ്റ് ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ബൈ ആണ് ബ്രോ. എനിക്ക് മാർക്കറ്റ് ബൈ കേട്ടോ. ഇത് ബ്രേക്ക് ആവുന്ന വരെ ബൈ ആണ്. ഡൗൺ എക്സിറ്റ് ആയപ്പോ നിഫ്റ്റി അവിടുന്ന് തിരിച്ചു കേറിയല്ലോ. പക്ഷേ ഇനി ട്രെൻഡ് ഷിഫ്റ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു റിവേഴ്സൽ ചെയ്താലേ ഉള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് പോയിട്ട് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് എൻട്രി ക്ലോസ് ചെയ്തില്ലേ?
അവിടുന്ന് തിരിച്ചു പോയിട്ടുള്ളത്. നിഫ്റ്റിയിൽ എനിക്ക് അധികം പോയിന്റ്സ് ഇന്ന് ട്രേഡ് ഒന്നും എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്ലാൻ അനന്തപത്മനാഭൻ എവിടെ എടുത്തെടുക്ക? ഞാൻ മ്യൂട്ടിൽ സംസാരിക്കുവായിരുന്നു. എനിക്ക് തോന്നി, അതാ ഞാൻ വിളിച്ചത്. ഇന്ന് ഒരു ട്രേഡ് എടുക്കാൻ അല്ലെന്നാ നിഫ്റ്റി അവിടുന്ന് കയറി പോയിട്ടോ? അത് പക്ഷെ അധികം പോയിന്റ് മാറിയിട്ടില്ല കേട്ടോ. ഞാനൊരു 10 രൂപ മാറി. റിവേഴ്സലിന് ചാൻസ് ഉണ്ടോടാ? ഉം. ഒരു പ്ലാൻ പറയാം. ട്രേഡൊന്നും എടുത്തില്ലേ നിങ്ങൾ നോക്കിക്കോ. അതായത് പ്ലാൻ ഇതാണ്. ഇതിന്റെ മേളിലോ അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ മേളിലോ പ്രൈസ് വന്നിട്ട് ഒരു സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ സെല്ല്. ഏതെങ്കിലും പോയിന്റിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പ്ലാൻ ക്യാൻസൽ. ഇതാണ് plan. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എൻട്രി നോക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യണം പ്ലാൻ. ഇതിനകത്തോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സ്ട്രക്ചറിനകത്തോ സ്വീപ്പ് കിട്ടി എടുക്കാം. ഇവിടെ ടാർഗറ്റ് വെച്ചാൽ മതി. ഇവിടെയോ ഇതിന്റെ പ്ലാൻ ക്ലിയർ ആണോ? നിഫ്റ്റിയിൽ ഓക്കെ ആണ്. നിഫ്റ്റിയിൽ നോക്കാം. പക്ഷെ നിഫ്റ്റിയിലാണ് ഇവിടെ എക്സിറ്റ് 50% ഇവിടെ എക്സിറ്റ് ചെയ്തോ. ബാലൻസ് 50 അല്ല, ഒരു മിനിമം ഒരു 20% ഹോൾഡ് ചെയ്യണം. ഫുള്ള് ഇവിടെ എക്സിറ്റ് ചെയ്യണ്ട. മെജോറിറ്റി ഇവിടെ എക്സിറ്റ് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്തോ. കാര്യം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പമ്പ് കിട്ടും. ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് നോക്കോ. രണ്ട് എൻട്രി കഴിഞ്ഞു ബ്രോ. ഇനി ഒരെണ്ണം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സെല്ലാണ്. ഇതിന്റെ മേളിൽ നിന്ന് നമുക്ക് ഒരു സ്വീപ്പോ വല്ലതും കിട്ടിയാൽ എടുക്കാം. ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ പ്ലാൻ ക്യാൻസൽ ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റിയാണ് നിഫ്റ്റി ഡേ ഹൈ ആണോ സിംഗ് ഹൈ ആണോ? സ്വീപ്പ് ഡേ ഹൈ അല്ല, സിംഗ് ഹൈ ആണ്. ലക്ഷം മതി. മതി. അനന്ത നിഫ്റ്റി ഒരു 1:3 പോയിട്ടുണ്ട്. ഏത് നിഫ്റ്റിയോ? ഇപ്പൊ കൊണ്ടില്ലേ? അങ്ങനെയൊന്നും കേട്ടില്ല. കാരണം 2 പ്രോഫിറ്റിലല്ലേ. നേരെ കേട്ടില്ല. ഇമാനുവൽ എടുത്തില്ല. 2 എൻട്രി പ്രോഫിറ്റ് ആയത് കൊണ്ട് ഞാൻ എന്നെ എടുത്തില്ല. കണ്ടോ, ഇല്ല, എന്റെ വിശ്വാസമില്ല. ഞാൻ വരച്ചിട്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് പോയി. വരച്ചതിന്റെ കൂട്ടത്തിൽ കുറച്ച് പ്ലീസ്. കാരണം ഇന്ന് 2 TP ആയപ്പോ പിന്നെ ഞാൻ വെറുതെ 2 ഓൾറെഡി TP അടിച്ചു. പിന്നെ ഇനിയും വേണ്ടാന്ന് വെച്ചു. രാവിലെ അനന്തം വിളിച്ച് പറഞ്ഞായിരുന്നു ഇത്ര എമൗണ്ട് മതിയെന്ന്. അതുകൊണ്ടാ ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നിഫ്റ്റി ഞാൻ ഉറപ്പായിട്ട് എടുത്തേനെ. അയ്യോ, നമ്മുടെ എന്തേതാ മറ്റേ തൊപ്പി എന്ന് പറഞ്ഞാണില്ലേ, ക്രിപ്റ്റോയിൽ കൊണ്ടിട്ടില്ലേ കംപ്ലീറ്റ് എമൗണ്ട്, അത് മൊത്തം പോയി. പക്ഷെ എനിക്കുണ്ടല്ലോ അവനാ പിന്നെ പുള്ളി ചിലപ്പോ ഫേക്ക് പറയായിരിക്കും എന്തോ ആണല്ലോ. പക്ഷെ അവൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. 3 മാസം അല്ലെ മാക്സിമം 6 മാസം കൊണ്ട് ഞാൻ ഈ എമൗണ്ട് മൊത്തം തിരിച്ചു പിടിക്കുന്ന ആ ഒരു കണ്ടന്റ് ആകും. പക്ഷെ എന്നാലും അവന്റെ ആ ഒരു കോൺഫിഡൻസ്, ആ പറയാൻ കാണിക്കുന്ന ഒരു മൈൻഡ്, നമുക്കൊക്കെയാണ് അങ്ങനെ പറയാൻ പോയിട്ട്. അല്ലടാ, മീം കോയിൻസ് ആവാൻ വഴിയില്ല. അല്ല ചിലപ്പോ ആയിരിക്കും. അല്ലാണ്ട് വേറെ മേജർ ആയിട്ടുള്ളൊന്നും എടുത്തിട്ടില്ലല്ലോ. ആരോ പറയട്ടെ, അത് ക്രിപ്റ്റോയിലല്ല, അവരാ സ്ട്രീമിങ് ചെയ്ത് പൈസ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ പറയാം. പക്ഷെ നമുക്കൊക്കെ കുറച്ച് പൈസ പോയാൽ തീർന്നു. പിന്നെ മൈൻഡൊക്കെ അപ്സെറ്റ് ആയി. നിഫ്റ്റി ഈ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയി കഴിഞ്ഞാൽ എടുക്കാം. ഇങ്ങനെ ബ്രേക്ക് ആവണം. അത് ആ കാർ വാങ്ങിയ വരെ കണ്ടന്റ് കാസ്ട്രോനെ വെച്ച് അത് അവനും തിരിച്ചുണ്ടാക്കി ഇവനും തിരിച്ചുണ്ടാക്കി. ഇതൊക്കെ ഡെയിലി ഉണ്ടാക്കാൻ ബ്രോ ഉണ്ടാക്കി 1 month സ്ട്രിങ് CR. അത് കുറച്ച് പാടാണേ. ആഞ്ഞു പിടിച്ച വലിയൊരു ഫണ്ടൊക്കെ വന്നാ ചെയ്യല്ലേ എന്നാ വലിയതായിട്ടൊക്കെ കയറി വന്നാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം ഇവിടെ. നിഫ്റ്റി ഇവിടെ എക്സിറ്റ് ചെയ്യണേ. ഒരു ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ ഒരു 60 to 70% ഈ പോയിന്റിൽ എക്സിറ്റ് ചെയ്യുക. ബാലൻസ് വേണമെങ്കിൽ ഡേയ്സിലോ ടാർഗറ്റ് ഇട്ടോ പോകാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഞാൻ അപ്പോൾ ഇന്നത്തേക്ക് എൻ്റെ ആണ് ബ്രോ. റിട്ടേൺ അതെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും ബ്രേക്ക് ഇവൻ ആക്കി വെച്ചേക്കണേ. ഇനി അത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ ബ്രേക്ക് ഇവൻ ആക്കി വെച്ചോ, ബാക്കി നമുക്ക് നോക്കാം. 138 ക്രോസ് ചെയ്തോ നിഫ്റ്റി. ഈ മൊമെന്റത്തിലാണ് പോകുന്നതെങ്കിൽ SL ട്രയൽ ചെയ്ത് അവിടെ കൊണ്ടുവച്ചോ. ഓക്കെ.